ഹലോ ഗൈസ്, ഈ വർഷം തുടങ്ങിയപ്പോൾ മുതൽ വെട്ടും കുത്തും ചോരക്കളിയൊക്കെ ആയിട്ടുള്ള ന്യൂസുകളല്ല നമ്മൾ കേൾക്കുന്നത്. ഇനി കുറച്ച് എന്റർടൈൻമെന്റ് ആയാലോ? വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റാഗ്രാം എന്റർടൈൻമെന്റ് റിയാക്ഷൻ. ചിക്കൻ ബിരിയാണി അപ്പൊ ഗൈസ് നമ്മളിത് കനാലിലെ വെള്ളത്തിരുന്ന് ബിരിയാണി കഴിക്കാണ്. ഇതൊക്കെ ഒരു വെറൈറ്റി അല്ലേ ഗൈസ്? അപ്പൊ നമുക്ക് ഈ ബിരിയാണി കഴിക്കാൻ ഒരാള് ഞങ്ങളുടെ ഒരു ആരാധകൻ പൈസ സ്പോൺസർ ചെയ്താണ്. നല്ല അടിപൊളി ബിരിയാണി, ഒരു രക്ഷയില്ല ഗൈസ്, തീര ടേസ്റ്റ്, അടിപൊളി, അടിച്ചു പൊളിക്കും, മാക്സിമം ജീവിതം അടിച്ചു പൊളിക്കും. ഓക്കെ ഗൈസ്. അഭിലാഷ് പ്ലാവടി, നമ്മൾ കുറച്ച് കാലമായിട്ട് ഇവരുടെ വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഫീഡിൽ വരുന്നത് കണ്ടിട്ടുണ്ടാവും. പാവങ്ങളാണ്, ഒരു നെഗറ്റീവും ഇല്ല, ഭയങ്കര എന്റർടൈൻമെന്റും ആണ്. പോരാത്തന്നെ ഇവർ രണ്ടുപേരും ഈ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വെച്ചിട്ട് പൈസ ഏൺ ചെയ്യുന്നുണ്ട്. അല്ലേ ജനങ്ങളെ, കേൾക്കുക. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇന്ന് സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ദിവസമാണ്. കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇന്ന് അവന്റെ ദിവസമാണ്. ആരുടെയാണെന്ന് അറിയാമോ? കട്ടപ്പനക്കാരുടെ കണ്ണിലുണ്ണിയും സുന്ദരന് സുമുഖനുമായ നമ്മുടെ ആബേൽ എന്നറിയപ്പെടുന്ന ഏബേലിന്റെ ദിവസം. അതേ സുഹൃത്തുക്കളെ, ഇന്ന് അവന്റെ പിറന്നാൾ ദിവസമാണ്. ഏവരും ആഹ്ലാദിപ്പിൻ, ആർമാദിപ്പിൻ, ആഘോഷിപ്പിൻ. ഇതുപോലെയുള്ള ഈ ബർത്ത്ഡേ വിഷൊക്കെ ചെയ്തിട്ട് ഇവർ കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അത് ഇവർ തന്നെ പോസ്റ്റ് ഇട്ടിട്ട് ഇങ്ങനെ ആളുകളുടെ അടുത്ത് അതിൻ്റെ ഒപ്പീനിയൻസ് ഒക്കെ ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. കനാൽ ബ്രദേഴ്സ്, വെള്ളം ഇല്ലാത്ത കനാൽ കാണുമ്പോൾ ഉള്ളിലൊരു പിടയൽ. കനാൽ വെള്ളം എപ്പോഴത്തേക്ക് വരും ബ്രോ? കനാലുള്ള വെള്ളത്തിൻ്റെ ഫാൻസായി മാറിയിട്ടുണ്ട് ഇവർ. ഈ അടുത്താണ്, അതായത് കുറച്ച് 3-4 ദിവസം മുമ്പെയാണ് ഈ കനാലിൽ വെള്ളം വന്നു എന്ന് പറഞ്ഞിട്ട് ഇവർ നേരത്തെ കാണിച്ച ബിരിയാണിയൊക്കെ വെച്ച് തിന്ന് നല്ല പോലെ വീഡിയോ എല്ലാവരിലേക്കും എത്തിയിട്ടുമുണ്ട്. അപ്പൊ നമ്മള് കനാലിലെ വെള്ളത്തിൽ നിന്ന് തണ്ണിമത്തം കഴിക്കുവാണ്. നമ്മളന്ന് പറഞ്ഞായിരുന്നു തണ്ണിമത്തം കഴിച്ചപ്പോ കനാലില് വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ അപ്പൊ നമ്മളിപ്പോ കനാലിൽ തണ്ണിമത്തം കഴിക്കാണെങ്കിൽ മാരക ടേസ്റ്റ് ഗൈസ്. തണ്ണിമത്തൻ 3-4 ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങള് കഴിച്ചു. അവസാനം ബാക്കി വന്നത് അവന് ഞാൻ കൊടുത്തു. ഓക്കേ ഗൈസ്. ഇപ്പം എല്ലാവർക്കും ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനമാണ് സമാധാനം. അത് ഇവരുടെ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, അത് ഇവർക്ക് ഉണ്ട്. ഇടയ്ക്ക് വരുന്ന ഈ ബർത്ത്ഡേ വിഷിൻ്റെ പ്രൊമോഷനൊക്കെ ചെയ്തിട്ട് ഇവരങ്ങനെ ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കി അവരങ്ങനെ ജീവിക്കുന്നു. ബാക്കിയുള്ളവരുമായിട്ട് ഒരു പ്രശ്നവുമില്ല, ഒന്നുമില്ലാതെ അവരുടെ സന്തോഷം വീഡിയോ ആക്കിയിട്ട് അവർ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നു. അത് ആളുകൾ കാണുന്നു. ഇതാണ് ഇവരുടെ ഐഡൻറ്റിറ്റി. ഒരു ചെണ്ടയൊക്കെ ആയിട്ട് ഈ അഭിലാഷിൻ്റെ അനിയൻ്റെ പേരെന്തായിരുന്നു എനിക്ക് മറന്നുപോയി. പുള്ളി ഇങ്ങനെ ചെറിയൊരു ചെണ്ടയൊക്കെ ആയിട്ട് ഇങ്ങനെ കൊട്ടി ഇങ്ങനെ വരും. ബാക്കിലൊരു സ്ക്രിപ്റ്റിൽ പുള്ളി ഒരു PP ഒക്കെ ഊതിയിട്ട് ഇങ്ങനെ ബാക്കിൽ നിന്ന് ഇങ്ങനെ വരും. ഇത് ഇവരുടെ ഒരു ഐഡൻറ്റിറ്റിയാണ്. ഈ ഒരു വിഷ് കിട്ടാൻ വേണ്ടിയിട്ട് ആളുകൾ ചെറിയൊരു പൈസ പേ ചെയ്യും. അവർ ആ ഒരു വിഷ് വീഡിയോ എടുത്തിട്ട് അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തന്നെ പോസ്റ്റ് ചെയ്യും. എന്തായാലും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് കൊമ്പത്തെത്തിച്ചിട്ടുള്ള തൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ ബലിയാടുകളാക്കാൻ വേണ്ടിയിട്ട് കള്ളന്മാർക്ക് ഒറ്റിക്കൊടുക്കുന്ന ചില ഇൻഫ്ലുവൻസേഴ്സിനേക്കാളും എത്രയോ മെച്ചമായിട്ടാണ് എനിക്കിവരെ തോന്നിയിട്ടുള്ളത്. എന്തായാലും മുന്നോട്ട് പോവുക. ഇതുപോലുള്ള വീഡിയോസുകൾ കാണുമ്പോൾ ഒരുപാട് ആളുകൾ ഹാപ്പി ആവുന്നുണ്ട് ബ്രോ. അഭിലാഷ് പ്ലാവടിയിൽ അല്ലേ? ഇനി അടുത്ത കനാലിൽ വെള്ളം, എനിക്ക് തോന്നുന്നു അവിടെ എന്തോ ഡാമോ എന്തോ ഉണ്ട്, അതിങ്ങനെ ഷട്ടർ തുറക്കുന്ന ആ ഒരു സമയത്താണ് വെള്ളം വരുന്നത്, അങ്ങനെ എന്തോ തോന്നുന്നു കണ്ടിട്ട്. നാട് മൊത്തം ലഹരിയും കൊലപാതകവും നടക്കുമ്പോൾ കനാലിലെ വെള്ളത്തിനായി കാത്തിരിക്കുന്നു. അവിടെ നിന്ന് ഫുഡ് അടിച്ച് കേരളത്തിൽ ഹാപ്പിയായി ജീവിക്കുന്ന ഒരു ഏട്ടനും അനിയനും. ഇതൊരു ട്രോൾ ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പേജിൽ വന്നിട്ടുള്ളൊരു ട്രോളാണ്. അത് ഇവരെന്നെ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. അടുത്ത കനാലിൽ അടുത്ത വെള്ളം വരുന്നവരെ ഞങ്ങളെല്ലാവരും വെയിറ്റിംഗ് ആണ്. ഒരുപാട് ഹാപ്പിയാണ് ഇവരുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹാപ്പിയാണ്. നമുക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലി പ്രശ്നങ്ങളുണ്ട്, അല്ലാത്ത പ്രശ്നങ്ങളുണ്ട്. പല പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. അപ്പോൾ ആ ഒരു സമയത്ത് കുറച്ച് എൻ്റർടൈൻ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോഷ്യൽ മീഡിയ എടുക്കുന്നത്. അപ്പോൾ അതിലൂടെ ചില ആളുകൾ അവിടെ ഇട്ടാൽ പൈസ കിട്ടും, ഇവിടെ ഇട്ടാൽ പൈസ കിട്ടും, അതാണ് ഞാൻ ആനനെ വാങ്ങി ചേമ്പ് വാങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ വീണ്ടും പറ്റിക്കുന്ന ചില ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ. ഒരുപാട് സന്തോഷം. ആ ഒരു സന്തോഷം നമുക്ക് എപ്പോഴും കിട്ടട്ടെ.
നെക്സ്റ്റ്. ആ കൂട്ടുകാരെ, 4 മണി കാപ്പിയിലേക്ക് സ്വാഗതം. പ്രഭാത ഭക്ഷണമായി, സായാഹ്ന ഭക്ഷണമായി, ഉച്ചഭക്ഷണമായി, 4 മണി കാപ്പിയും കൂടി അതായിരുന്നു. ഞങ്ങളുടെ 4 മണി കാപ്പി എന്താണെന്ന് അറിയാം. നിന്നെ ഞങ്ങൾ ആരെങ്കിലും വിളിച്ചോ? ഞങ്ങളുടെ അപ്പു ഉണ്ടേ, അവനും 4 മണി കാപ്പി വേണം പറഞ്ഞത്. റസ്ക്കാണ് ഞങ്ങളെ ഇന്നത്തെ 4 മണി കാപ്പി. എന്താ ഞങ്ങൾ റസ്ക്കാ ഇന്ന് കഴിക്കുന്നേ. ഇന്ന് ഒരു റസ്ക് കൊടുത്തു, നിനക്ക് തരാം. ഇത് ഞങ്ങളുടെ ഇവിടെ അടുത്തൊരു ബേക്കറി ഉണ്ട്, സന്തോഷ് ബേക്കറി എന്ന് പറയുന്നത്. അവിടുത്തെ നിനക്ക് തരാന്നേ, നല്ല സൂപ്പർ റസ്കാ. ഈ 4 മണിക്കൊക്കെ റസ്ക്, ബണ്ണ് അതൊക്കെ ഒന്ന് കഴിക്കുന്നൊക്കെ നല്ല രസമാണ്. ജീവിതമല്ലേ, സുന്ദരമല്ലേ, കഴിക്കടാ. നല്ല നല്ല ടേസ്റ്റാ, സൂപ്പറാ. എന്നാ അവനും കൊടുത്താ. അപ്പം ഞങ്ങൾ 3 പേരാ കഴിക്കുന്നത്. ഞങ്ങളുടെ കൂടെ അപ്പുണ്ട്, അവനും കഴിക്കുന്നുണ്ട്. എല്ലാവർക്കും റസ്ക് ഇഷ്ടമാണ്. അപ്പം 4 മണി കാപ്പിയാണ്. നിങ്ങൾ 4 മണി കാപ്പി ഒരു പക്ഷെ കുടിച്ചു കാണും. എന്തായാലും ആസ്വദിക്കുക. ഞങ്ങൾ പ്രഭാതഭക്ഷണം കഴിഞ്ഞു, ഉച്ചഭക്ഷണം കഴിഞ്ഞു, 4 മണി കാപ്പിയാണ്. ഇനി സായാഹ്ന ഭക്ഷണമുണ്ട്. അപ്പം ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരുക, അടിച്ചു പൊളിക്കുക. സുന്ദരമല്ലേ ജീവിതം? ആസ്വദിക്കുക, അത്രയേ ഉള്ളൂ. അപ്പൊ ഞങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണ്. അപ്പൊ ഞങ്ങള് റസ്ക് പാലിൽ മുക്കി കഴിക്കുകയാണ്. അപ്പു കഴിക്കുന്നുണ്ട്, എല്ലാരും കഴിക്കുന്നുണ്ട്. ബിജു ചെമ്മലമട്ടം, ഇവരും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. പല പല ന്യൂസുകളും പല പല പ്രശ്നങ്ങളുമായിട്ടുള്ള വീഡിയോസുകളായിരിക്കും നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ വീഡിയോ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്. ഈ ഒരു ചേട്ടൻ്റെ ഈ ഒരു വീട് എന്തോ ജപ്തി ചെയ്യാൻ പോവുകയാണ് ഈ അടുത്തെന്നൊക്കെ പറഞ്ഞിട്ട് ഏതോ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ ഇവിടെ ഒന്ന് കണ്ടായിരുന്നു. കഴിയുന്ന ആളുകളും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഒരുപാട് ഹാപ്പി മൊമെൻറ്റുകൾ ഇവർ നമുക്ക് പകർന്നു തരുന്നുണ്ട്. ഈ ചേട്ടൻ്റെ അക്കൗണ്ടിൽ ഇതുപോലെ ഒരുപാട് വീഡിയോസുകളുണ്ട്. ഫുൾ ടൈം ചിരിച്ചിട്ടാണ് സംസാരിക്കുക. ഒരു നെഗറ്റീവ് പോലും പറയുന്നത് കണ്ടിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീടിൻ്റെ ജപ്തി നോട്ടീസിൻ്റെ എന്തോ ഒരു ഇഷ്യൂ പറഞ്ഞ സമയത്തും പുള്ളിക്കാരൻ ചിരിച്ചിട്ടാണ് പറയുന്നത്. പലരും വന്ന് കയറുമ്പോൾ തന്നെ നെഗറ്റീവ് അടിച്ചിട്ടും ദാരിദ്ര്യം പറഞ്ഞിട്ടൊക്കെ ഫോളോവേഴ്സിനെയൊക്കെ വാരി കൂട്ടുന്നതൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതുപോലൊന്നുമല്ല ചേട്ടൻ. ഏത് കാര്യം പറയുവാണെങ്കിലും ചേട്ടൻ ഇങ്ങനെ ചിരിച്ചോണ്ടാണ് പറയുക, എന്ത് പറയുകയാണെങ്കിലും. ഹായ് ചേട്ടന്മാരെ, ചേച്ചിമാരെ. അപ്പൊ ഞങ്ങൾ ഇന്ന് ഈ ഫോണിൽ ഒരു വീഡിയോ എടുക്കുകയാണ്. ഞങ്ങളെ വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു അബിൻ മാത്യു എന്ന് പറയുന്ന ചേട്ടനാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്തായാലും ഞങ്ങളെ ചേട്ടൻ കണ്ണൂരിൽ നിന്ന് ഞങ്ങളെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പിന്നെ വേറെ ഈ ഒരു 5000 സംതിങ് ലൈക്കിലൂടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് എത്ര ആളുകൾ ആ ഒരു ചിരിയൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട് എന്ന്. അതുപോലെ ഒന്നും ചിരിക്കാൻ പലർക്കും ഇപ്പം പറ്റുന്നില്ല. പലർക്കും ഒന്ന് പൊട്ടിച്ചിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലൂടെയാണ് ഒരുപാട് ആളുകൾ കടന്നു പോകുന്നത്. പല പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അപ്പോഴൊക്കെ ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ബിജു ചെമ്മലമട്ടം, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ജസ്റ്റ് ഒരു ലൈക്കെങ്കിലും കൊടുക്കുക. അതായിരിക്കും പലർക്കും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സപ്പോർട്ട്. എവിടെയെങ്കിലുമൊക്കെ എത്തും, എന്തെങ്കിലുമൊക്കെ ആവും, ഉറപ്പാണ്. നെക്സ്റ്റ്. ഒരു മാമൻ പറഞ്ഞാണ്, ഏലക്ക മാമൻ പറഞ്ഞാണ്, മരുന്നടിച്ച് കിട്ടുന്ന പൈസ എല്ലാം കളയാതെ വെക്കുക, ശേഖരിച്ച് വെക്കാൻ. കളയാതെ വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യണം. പിന്നെ ഒരു കവർ പാൽബണ്ണ് വാങ്ങണേ തന്നെ 35 രൂപ കൊടുക്കണം. പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ ചേട്ടായി. പിന്നെ എങ്ങനെയാണ് ഈ നൊക്കണാജി മാമൻ എന്നോട് ഇങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. റിജാസ് ബ്ലോഗ്, ജിങ്കിടി മാമൻ, ഇതുപോലുള്ള പല പല കോമഡി ആയിട്ടുള്ള വേർഡുകൾ ഈ ഒരു പുള്ളിയുടെ അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഇടുക്കിയിലെങ്ങാണ്ടാണെന്ന് തോന്നുന്നു. ഏലക്കാട് ഇടയിലൂടെയുള്ള വീഡിയോസുകൾ അങ്ങനെ കുറച്ചായി കാണാൻ തുടങ്ങിയിട്ട് പലരും കണ്ടിട്ടുണ്ടാവും. ഈ 5 സെൻറ്റ് പാറയുള്ള എന്നോട് ദയവ് ഏലക്കയുടെ വില ചോദിക്കല്. കാരണം എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏലക്ക നമുക്ക് കുറച്ചുള്ളൂ കേട്ടോ. അത് നമ്മൾ അന്നേരം സ്റ്റോറിൽ കൊടുത്ത് അന്നുള്ള കഞ്ഞി ആഹാരം അതൊക്കെ വാങ്ങുക. ഞാൻ വാങ്ങുന്ന ബിങ്കോ വാങ്ങും, പിന്നെ കേക്ക്, അച്ചപ്പം. അച്ചപ്പൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം സ്വന്തമായിട്ട് കിട്ടുന്ന അതും ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വാങ്ങുന്നത്. പാവം, സത്യം പറയുകയാണെങ്കിൽ അധ്വാനിച്ച് ജീവിക്കുന്നുണ്ട്. പലരും പണിക്ക് പോകാൻ മടിയായിട്ട് ദാരിദ്ര്യം പറയുന്നതേക്കാം. ഒരു പണി എടുക്കാൻ പറ്റൂല ചില ആൾക്ക്. ഇങ്ങനെ ഇരുന്നിട്ട് ഓരോന്ന് ദാരിദ്ര്യം പറയുന്നേക്കാം. ഒന്നുമില്ല, അതില്ല, ഇതില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ജോലി ഉണ്ടാവും. തൊഴിലുറപ്പിന് പോകാമെന്നൊക്കെ ഈ പുള്ളി പറയുന്നത് കേട്ടു. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. ചെറിയ ചെറിയ പൈസക്ക് നമ്മുടെ അന്നുള്ള ചിലവുകൾ കഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. പക്ഷേ പണിക്ക് പോകാൻ മടിയാണ് കുറേ ആളുകൾക്ക്. എന്നിട്ട് ഒന്നുമില്ല എന്നും പറഞ്ഞ് നടക്കും. അവർക്കൊക്കെ ഒരുപാട് മോട്ടിവേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പണിക്ക് പോകുന്നുണ്ട് എന്തായാലും. അതിൻ്റെ ഇടയിൽ കിട്ടുന്ന സമയത്ത് ഇടയ്ക്ക് വീഡിയോസുകൾ
അപ്ലോഡ് ചെയ്യുന്നു. അത് ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരു 1 മന്ത് ആയിട്ടേ ഉള്ളൂ പുള്ളീൻ്റെ വീഡിയോ കാണാൻ തുടങ്ങിയിട്ട്. ആരൊക്കെയോ ഏതോ ഒരു ടീം വന്നിട്ട് ഒരു മൊബൈലൊക്കെ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളെ കാണുവാൻ വേണ്ടി നമ്മുടെ ഞോഞ്ഞിയാശാനും ചിങ്കിടി അതേപോലെ ജിങ്കിടി എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെ നിന്നാണ് മെയിനായിട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പം നമ്മളെ കാണാൻ വേണ്ടി തൊടുപുഴ ഇംപ്ലസ് മൊബൈൽസിൽ നിന്ന് വന്നിട്ടുണ്ട്. നമ്മുടെ തൊടുപുഴ ഇംപ്ലസ് മൊബൈൽസിൻ്റെ ഭാഗത്തുനിന്ന് നമുക്കൊരു സാംസങ് ഗാലക്സി A55 5G ഫോണ് കിട്ടിയിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു കാലഘട്ടത്തിൽ ലഹരിയും ക്രൈമിനും ഒക്കെ അകപ്പെട്ടിരിക്കുന്ന കൂട്ടത്തിൽ നിന്ന് മാറി ചിന്തിച്ച് ചെറിയ കാര്യങ്ങളിൽ വലിയ സന്തോഷം കണ്ടെത്താനുള്ള ആ ഒരു മനസ്സുണ്ടല്ലോ, അത് മതി. ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ആളുകളെ സന്തോഷിപ്പിക്കാനുള്ള ആ ഒരു കഴിവുണ്ടല്ലോ, അത് മതി. എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടും. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് ഈ അടുത്തിടെയായിട്ട് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള കുറച്ച് സന്തോഷം കിട്ടുന്ന കണ്ടൻറ്റുകൾ. ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യുക, എവിടെയെങ്കിലുമൊക്കെ എത്തിക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.